കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ വീട്ടിലെ ഓരോ സാധനങ്ങൾ ശരിയാക്കുന്ന തിരക്കിലാണ്. കാരണം ആ വീട് ഒരു പഴയ വീടായിരുന്നു. അങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങിയപ്പോൾ അവൾക്ക് ആ വീടിന്റെ ഒരു സ്ഥലത്ത് വെച്ച് നെറ്റ്വർക്ക് കിട്ടുന്നതും കാണുന്നുണ്ട്. അവൾ ടെഡിനെ വിളിക്കുന്നുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് ആൾക്ക് നല്ല ബോറടി ഉണ്ടായിരുന്നു. എന്തോ ഒരു വർക്കുള്ളതുകൊണ്ട് ടെഡിന് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വീട്ടിൽ ഡാനി ഒറ്റയ്ക്ക് അന്ന് താമസിക്കേണ്ടി വന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് ഡാനി വീടിന്റെ മുൻവാതിലിന്റെ അടുത്ത് ഒരു ടെന്റ് ഉണ്ടാക്കി അവിടെ അന്ന് രാത്രി കിടക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ രാത്രി സമയം കടന്നു പോകാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ ഏതോ ഒരു അപരിചിതനായ ഒരാൾ ആ വീടിന്റെ ഡോറിലൂടെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നതും ഡാനി കാണുന്നുണ്ട്. അയാൾ ഡാനിയോട് വാതിൽ തുറക്കാൻ പറയുന്നുണ്ട്. നിന്റെ ജീവൻ ആപത്തിലാണ്, നിന്നെ ആരോ കൊല്ലാൻ കാത്തു നിൽക്കുന്നുണ്ടെന്ന്, അയാൾ നിന്റെ വീടിന്റെ അകത്തുണ്ടെന്ന് അയാൾ പറയാൻ തുടങ്ങി. ഇതൊക്കെ കേട്ടപ്പോൾ ഡാനിക്ക് അയാളെ തന്നെ പേടിയാകാൻ തുടങ്ങി. അവൾ വാതിൽ തുറന്നതുമില്ല. അറിയാത്ത ഏതോ ഒരാൾ വിശ്വസിക്കുന്നത് നല്ലതല്ല എന്നവൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അയാൾ ഡാനിയോട് വളരെ സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. അയാളുടെ ആ വർത്താനവും മുഖത്തുള്ള ആ ഓരോ എക്സ്പ്രഷൻസും ഒക്കെ കാണുമ്പോൾ അയാൾ ഡാനിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നതുപോലെ തോന്നി. അയാൾ ഡാനിയോട് പറയാൻ തുടങ്ങി, എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസുകാരെ ഇവിടെ വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞു. അവൾ വാതിൽ തുറന്നോ ഇല്ലയോ എന്നൊന്നും നമ്മൾ കണ്ടില്ല. പക്ഷെ പെട്ടെന്ന് അയാൾ മരിച്ചു വീഴുന്നതാണ് കാണിക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡാനിയും മരിച്ചു വീഴുന്നതും കാണാം. ആരാണ് അവരെ കൊന്നത് എന്നറിയാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ത്രീ ലെൻസ് ഫ്ലിക്സ് എന്ന ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.